മണിക്കൂറുകൾ മഴ തകർത്തു പെയ്തതോടെ ജില്ലയിൽ വ്യാപക നാശമാണ് ഉണ്ടായത്. പുല്ലമ്പാറ തേമ്പാമൂട് AR മന്ദിരത്തിൽ ഗീതയുടെ വീട്ടിൽ വെള്ളം കയറി. വീട്ടിൽ കുടുങ്ങിയ കിടപ്പ് രോഗി ഉൾപ്പെടെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പുല്ലമ്പാറ സ്വദേശി മോഹൻ നായരുടെ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. പാലിയോട് മോഹനചന്ദ്രന്റെ വീടിന് മുകളിൽ മരം വീണു. വീട് ഭാഗികമായി തകർന്നു. നാവായിക്കുളം മമ്മൂലി പാലത്തിന് സമീപം ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ചിറയൻകീഴ് പാലവിള ഗവൺമെന്റ് UP സ്കൂളിന് മതിലിടിഞ്ഞു വീണു. സ്കൂൾ തുറന്നിട്ടില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. പൂവച്ചൽ ആനാക്കോടയിലെയും വെള്ളത്തിൽ മുങ്ങി. നെയ്യാർ കനാൽ നിറഞ്ഞതോടെ തീരത്ത് ആശങ്ക. ഉദിയന്നൂർ തോട്, പച്ചക്കാട് എന്നിവിടങ്ങളിലും തോട് കരകവിഞ്ഞു. അരുവിക്കര സർക്കാർ ആശുപത്രിയുടെ മതിൽ തകർന്നു വീണു. പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്രയ്ക്കും നിരോധനമുണ്ട്. പുതിയ അറിയിപ്പ് വരുന്നതുവരെ നിരോധനം തുടരും. നെയ്യാറ്റിൻകര പാറശാല വെള്ളറട മേഖലയിൽ മഴയ്ക്കൊപ്പം കാറ്റും ഭീതി വിതയ്ക്കുന്നു. നെയ്യാറ്റിൻകര കൃഷ്ണൻ കോവിലിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്ന് ആറ്റിൽ വീണു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.